എന്നെന്നും അന്നയുടെ രചന സുരഭി മനോജ്, അവതരണം ഷാഹുൽ മരയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കുരിശിങ്കൽ തറവാടെന്നെഴുതിയ വലിയ വീട്ടിലേക്ക് അവന്റെ ബുള്ളറ്റ് ചീറിപ്പാഞ്ഞു വന്നു. അവൻ ബൈക്കിൽ നിന്നിറങ്ങി ഉടുത്തിരുന്ന വെള്ളമുണ്ട് മടക്കി കുത്തി മീശ പിരിച്ചു നിന്നു. ശേഷം ആ വീടിനെ ഒന്നാകെ ഒഴിഞ്ഞു നോക്കിയവൻ അന്നാ അന്നാ അവന്റെ ശബ്ദം അവിടെ മാകെ മുഴങ്ങി. തൊട്ടിൽ കുഞ്ഞിനെ ആട്ടി ഉറക്കിയായിരുന്ന മേരിക്കുട്ടിയും അടുക്കളയിൽ ജോലിയിലായിരുന്ന ലിസമ്മയും അവന്റെ ആലർച്ചയിൽ ചെവി പൊത്തി നിന്നു. ലിസമ്മ വന്ന് മെല്ലെ വാതിൽ തുറന്നു നോക്കി. വീടിന്റെ നടുമുറ്റത്ത് ബൈക്കിൽ ചാരി നിൽക്കുന്നവനെ കണ്ട് അവരുടെ ചുണ്ടുകൾ പേടിയോടെ മെല്ലെ മൊഴിഞ്ഞു. ആൽഫി മാത്യു, ഇവിടെ ആരുമില്ലേ? ഗൗരവത്തോടെ അവരെ നോക്കി അവൻ ചോദിച്ചു. ഇല്ല, ഈ ചായനും ചാർലി ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. ആണോ? അപ്പൊ വരട്ടെ, ഞാനിവിടെ കാത്തിരുന്നോളാം. അത്രയും പറഞ്ഞവൻ അകത്തേക്ക് കയറി. ശേഷം അവിടെ കിടന്ന ഒരു ചാരി കസേരയിൽ നീണ്ടു നിവർന്ന് കിടന്നു. അവന്റെ വരെ വെറുതെ അല്ലെന്ന് മനസ്സിലാക്കിയ ലിസമ്മ പേടിയോടെ തന്നെ മുറിയിലേക്ക് ഓടി. ശേഷം ഫോൺ എടുത്ത് ഇച്ചായനെന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. ഇച്ചായ, നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുണ്ട്. ആൽഫി മാത്യു, ഒന്ന് പെട്ടെന്ന് വായിച്ചായ, ഇനി ഇവിടെ എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? പേടിയോടെ പറഞ്ഞു ലിസമ്മ. അമ്മച്ചി എവിടെ? ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു. പ്രാർത്ഥനാമുറിയിലുണ്ട്. അവർ മറുപടി പറഞ്ഞു. നീ പേടിക്കാണ്ട്, ഞാനിതാ എത്തി. ചാർലി അറിഞ്ഞോ? അയാൾ ഭാര്യയോട് തിരക്കി. മേരിക്കുട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചായ. എനിക്കാണ് ഈ മേലാകെ വരച്ചിട്ട് നിൽക്കാൻ മേല. അന്ന ഇടറിയ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു. മയക്കത്തിലാ, കുറച്ചു മുന്നേ മരുന്ന് കൊടുത്ത് കിടത്തിയതേ ഉള്ളൂ. 10 വർഷങ്ങൾക്ക് ശേഷം അവൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അന്നയ്ക്ക് വേണ്ടിയാണ്, അവൾക്ക് വേണ്ടി മാത്രം. ഒരു കാരണവശാലും അവൻ അന്നയെ കാണരുത്. ഒരു താക്കീത് പോലെ അയാൾ അവരോട് പറഞ്ഞു. ഇല്ല ചായ, ഞങ്ങൾ നോക്കിക്കോളാം. അത്രയും പറഞ്ഞവർ ഫോൺ വെച്ചു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. തന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിന്റെ വചനം ഒരിക്കൽ കൂടെ വായിച്ചവർ അവരുടെ വാക്കുകൾ ആ 4 ചുമരുകളിലും തട്ടി പ്രതിധ്വനിച്ചു. ഒരു നിമിഷം അവർ തന്റെ ഇരുകണ്ണുകളും മുറുക്കെ അടച്ചു. ശേഷം കർത്താവിന്റെ മുമ്പിലായി നിന്ന് മുട്ടൂത്തി പ്രാർത്ഥിച്ചു. ശേഷം തന്റെ കണ്ണിൽ വെച്ചിരുന്ന കണ്ണടിയൂരി അവിടെ ഇരുന്നൊരു ടേബിളിലായി വെച്ചു. ചേച്ചി, എനിക്ക് പേടിയാവുന്നു. തൊട്ടിൽ കിടന്നിരുന്ന കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് മേരിക്കുട്ടി ലിസമ്മയോട് പറഞ്ഞു. പ്രാർത്ഥനാ മുറിയിൽ നിന്നിറങ്ങിയ ആ സ്ത്രീയുടെ ചെരുപ്പിന്റെ കാലടികൾ അവിടെ മാകെ മുഴങ്ങി കേട്ടു. മുന്നോട്ട് നടക്കുമ്പോഴും ബൈബിളിലുള്ള അവരുടെ പിടി മുറുകിക്കൊണ്ടിരുന്നു. തങ്ങൾക്കടുത്തേക്ക് നടന്നു വരുന്ന ആ സ്ത്രീയെ ലിസമ്മയും മേരിക്കുട്ടിയും പേടിയോടെ നോക്കി നിന്നു. നല്ല പൊക്കവും അതിനൊത്ത വണ്ണവുമുള്ള അവർ ലിസമ്മയ്ക്കും മേരിക്കുട്ടിക്ക് അടുത്തേക്ക് വന്നു നിന്നു. വെളുത്ത നിറം, അവിടെ ഇവിടെയായി മുടികളിൽ നരവീണിട്ടുണ്ട്. അവരുടെ ആട്യത്വം വിളിച്ചോതുന്ന മുഖവും സദാ കോപം ജ്വലിക്കുന്ന കണ്ണുകളും. ആ കണ്ണുകളിലേക്ക് ഒരു നിമിഷം നോക്കിന്ന് പോയി ലിസമ്മയും മേരിക്കുട്ടിയും. വന്നിട്ടുണ്ടല്ലേ ആൽഫി മാത്യു? പുച്ഛത്തോടെ രണ്ടുപേരെയും നോക്കി ചോദിച്ചവർ. വന്നിട്ടുണ്ട് അമ്മച്ചി. അന്ന, അവൾ ഉണരാതെ നോക്കണം. അവളെങ്ങാനും ഉണർന്ന ആ തെമ്മാടിയുടെ അടുത്തേക്ക് എങ്ങാനും വന്നാ അറിയാലോ രണ്ടിനും എന്നെ. ദേഷ്യത്തോടെ ഇരുവരെയും നോക്കിക്കൊണ്ട് ആ സ്ത്രീ പറഞ്ഞു. ഇല്ല അമ്മച്ചി, അന്നുണരാതെ ഞങ്ങൾ നോക്കിക്കോളാം. എന്നാലേ നീയൊക്കെ പോയി നിന്റെയൊക്കെ ജോലി ചെയ്യാൻ നോക്ക്. അവർ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു നീങ്ങിയവർ. അവർ പോയപ്പോൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു പോയി ലിസമ്മയും മേരിക്കുട്ടിയും. തന്നെ നോക്കി നിൽക്കുന്ന ആ സ്ത്രീയെ പുച്ഛത്തോടെ നോക്കി ആൽഫി. വരണം വരണം മാളിയകൾ സാറാ ഫിലിപ്പ് തരകൻ. അവന് മുന്നിലായുള്ള കസേരയിൽ കാലിമേൽ കാൽ വെച്ച് അവരങ്ങനെ ഇരുന്നു. ആ സമയം തന്നെ ഇമ്മാനുവലിന്റെയും ചാർലിയുടെയും കാറുകൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നപ്പോഴേ കണ്ടു കസേരയിൽ അങ്ങനെ നീണ്ടു നിവർന്നിരിക്കുന്ന ആൽഫിയെ. അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണതയിൽ പേടിയോടെ നോക്കി നിന്നുപോയി രണ്ടുപേരും. ആരിത്? മാളിയക്കൽ ഇമ്മാനുവൽ തരകനും ചാർലി തരകനോ? തന്റെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു ആൽഫി. അപ്പോ മാളിയക്കൽ തറവാട്ടിലെ എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാല്ലേ? അവരെയും മാറി മാറി നോക്കിക്കൊണ്ട് കണ്ണിലെരിയുന്ന പകയോടെ ചോദിച്ചു ആൽഫി. 10 വർഷങ്ങൾക്ക് ശേഷം ആൽഫി മാളിയക്കൽ തറവാട്ടിലേക്ക് വന്ന എന്തിനാണെന്ന് അമ്മയ്ക്കും മക്കൾക്കും മനസ്സിലായി കാണൂലല്ലേ? അന്ന, അവളെ വേണം എനിക്ക്. പ്രണയത്തോടെ അവിടെ മുഖം ഓർത്തുകൊണ്ട് ആൽഫി പറഞ്ഞു. അത് നീ മാത്രം പറഞ്ഞാ മതിയോടാ തെമ്മാടി. ഇവിടത്തെ ഉപ്പും ചോറും തിന്നു വളർന്ന നിനക്ക് മാളിയക്കൽ തറവാട്ടിലെ പെൺതരി തന്നെ വേണം അല്ലേടാ? ആൽഫിയെ നോക്കി പുച്ഛത്തോടെ സാറ് ചോദിച്ചു. അതൊക്കെ പണ്ടല്ലേ സാറ തമ്പുരാട്ടി. ഇപ്പം മാളികൽ തറവാടിനേക്കാൾ ആസ്തി ഈ ആൽഫിക്കുണ്ടേ. എന്തേ, അതറിയില്ലേ നിങ്ങൾക്ക്? അതോ അറിയാത്തതായിട്ട് നടിക്കുന്നതോ? അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറാതെ ആൽഫി പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞാലും നീയൊന്നും നിന്റെ അപ്പനൊക്കെ ഒരിക്കലും ഇവിടുത്തെ വേലക്കാരായിരുന്നില്ലടാ. അത് ചോദിക്കുമ്പോൾ സാറിയുടെ മുഖത്തൊരു വിജയീഭാവം ഉണ്ടായിരുന്നു. ആൽഫിയുടെ അട്ടാസ് അവിടെ മുഴങ്ങി. 10 വർഷങ്ങൾക്ക് മുമ്പ് ആൽഫി വീടിന്റെ പടിയിറങ്ങുമ്പോ പറഞ്ഞിരുന്ന ഓർക്കുന്നില്ലേ സാറ് തമ്പുരാട്ടി? ഓർക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.
സ്വത്തും പണവും ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ആൽഫി ഈ വീടിന്റെ പടി ചവിട്ടിയെന്ന്. പിന്നെ അന്ന് എന്റെ കൂടെ എന്റെ അന്നയും ഉണ്ടാവുമെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഞാൻ ഈ വീടിന്റെ പടി കയറിയിട്ടുണ്ടെങ്കിൽ അന്നയെ കൊണ്ടുപോയിരിക്കും. തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടയ്, ഞാൻ കാണട്ടെ. അവളെ കൊണ്ടുപോകാൻ പോയിട്ട് അവളെ ഒന്ന് കാണാൻ പോലും സാറ് നിന്നെ അനുവദിക്കില്ല. അപ്പോഴാ അവന്റെ ഒരു ഭീഷണി. അവന് നോയി പരിഹസിച്ചുകൊണ്ട് സാറ പറഞ്ഞു. അത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു സാറ തമ്പുരാട്ടി. ഇപ്പോഴാ പഴയ സാറാ ഫിലിപ്പ് തന്നെ നിങ്ങള് വെല്ലുവിളിക്കുന്ന യാതൊരു കുറവുമില്ല. എന്നാ നിങ്ങൾ വെല്ലുവിളിക്കുന്ന ഈ ആൽഫിയോടാണെന്ന് ഓർമ്മ കേട്ടോ സാറ കെട്ടിലമ്മേ. ഞാൻ എന്നെ കാണുകയും ചെയ്യും, കൂട്ടിക്കൊണ്ടുപോയി കൂടെ പൊറപ്പിക്കുകയും ചെയ്യും. ഒരു നിമിഷം അവന്റെ കണ്ണുകളിലേക്ക് നോക്കിന്ന് പോയി ചാർലി. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പുറത്താക്കിയപ്പോഴും അപമാനിച്ചപ്പോഴും അവന്റെ കണ്ണുകളിൽ ഒരു ഭീതിയും കണ്ടിരുന്നില്ല. ആ കണ്ണുകളിൽ അന്നത്തെ ദൃഢനിശ്ചയം ഇന്നും തെളിഞ്ഞു കാണാം. പഴയ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തുപോയി ചാർലി. പുറത്തു നടക്കുന്ന എന്താണെന്നറിയാതെ അന്നക്കരികളുടെ കട്ടിൽ പേടിയോടെ ഇരിക്കുകയാണ് ലിസയും മേരിക്കുട്ടിയും. കൊച്ചുകുട്ടികളെ പോലെ കിടന്നുറങ്ങുന്നവളെ വേദനയോടെ നോക്കിയ ലിസമ്മ ആ കുഞ്ഞുമുഖത്ത് നിരാശ നേളിച്ചിരുന്നു. കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുപ്പ് അവളുടെ ഉറക്കമില്ലായ്മയെ എടുത്തു കാട്ടി. മുഖത്തു നെറ്റിയിലുമായി മുടിയിഴകൾ വീണ് കിടപ്പുണ്ട്. പെറ്റമ്മ തന്നെയല്ലേ ഇവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം? ഈ ജീവിതത്തിൽ ഇവൾ എന്തെല്ലാം അനുഭവിച്ചു? അന്നയെ വേദനയോടെ നോക്കി പറഞ്ഞു ലിസമ്മ. സാറിയുടെ മുഖമോർത്തപ്പോൾ മേരികുട്ടിക്ക് ദേഷ്യം ഇരച്ചു കയറി. എങ്കിലും അവരോടൊന്ന് എതിർത്ത് സംസാരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും. പുറത്ത് തന്റെ പേരിൽ നടക്കുന്ന പോരാട്ടങ്ങളോ വഴക്കുകളോ അറിയാതെ അന്നയുടെ ലോകത്താണ്. ആൽഫിയുടെ വാക്കുകൾ സാറയെ ഭയപ്പെടുത്തി. അന്നയെ അവൻ കൂട്ടിക്കൊണ്ടുപോകുമോ എന്ന ചിന്ത അവരെ വരിഞ്ഞു മുറുക്കി. എന്തു പറഞ്ഞടാ നായേ, നീ അന്നയെ കൂട്ടിക്കൊണ്ടുപോയെന്നോ? എന്നാലാ ഒന്ന് കാണട്ടെ. അത്രയും പറഞ്ഞവർ ബൈബിളിൽ ഒളിപ്പിച്ചിരുന്ന തോക്ക് പുറത്തേക്ക് എടുത്തു. ശേഷം അവന്റെ നേരെ ചൂണ്ടി. ആൽഫിയുടെ നേരെ തോക്കിയുണ്ടി നിൽക്കുന്ന സാറെ ഇമ്മാനുവലും ചാർലിയും പേടിയോടെ നോക്കി. എന്നാൽ ആൽഫിയുടെ കണ്ണുകളിൽ മാത്രം ഭയമെന്ന വികാരം അവർക്ക് കാണാനേ കഴിഞ്ഞില്ല. ഒറ്റത്തന്തക്ക് ജനിച്ചവളാണെങ്കിൽ സാറാ ഫിലിപ്പ് തരകൻ എന്നെ ഇപ്പൊ വെടിവെച്ചുവല്ല. സാറയെ നോക്കി വെല്ലുവിളിച്ചു ആൽഫി. തന്റെ മുന്നിൽ നിൽക്കുന്ന ആൽഫിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരൊന്ന് പതറി. താൻ ഇതുവരെ നേരിട്ടവരെ പോലെ ഭീരുവല്ല ആൽഫിയെന്ന് സാറയ്ക്ക് നന്നായിട്ട് അറിയാം. ആൽഫിയുടെ കണ്ണുകളിലെ വന്യമായ ഭാവം അവരെ ഭയപ്പെടുത്തി. അവരുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. എന്തു പറ്റി? സാറാ ഫിലിപ്പ് തരകന് കൈവിറക്കുന്നോ? നിങ്ങളെന്നല്ല, ചത്തുപോയ നിങ്ങളുടെ കെട്ടിയോ ഫിലിപ്പ് തരകൻ നേരിട്ട് ഇറങ്ങി വന്നാൽ പോലും ഈ ആൽഫിയുടെ രോമത്തിലൊന്നും തൊടാൻ പോലും ആവില്ല. പുച്ഛത്തോടെയും പരിഹാസത്തോടെയും അവരെ നോക്കി പറഞ്ഞു അവൻ. മരുന്നിന്റെ എഫക്റ്റ് കഴിഞ്ഞപ്പോൾ അന്ന തന്റെ കണ്ണുകൾ മെല്ലെ തുറന്നു. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് മുടിലായി കൊരുത്തു വലിച്ചു. അയ്യോ മേരി, ദേ അന്ന ഉണർന്നു. മേരിയെ തട്ടി വിളിച്ചുകൊണ്ട് ലിസമ്മ പറഞ്ഞു. ലിസ ചേച്ചി പെട്ടെന്ന് പോയി വാതിൽ ലോക്ക്, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് ഓടും. അറിയാലോ തള്ളയുടെ സ്വഭാവം. സാറയുടെ മുഖം ഓർത്തുകൊണ്ട് പേടിയോടെ പറഞ്ഞു മേരി. അത് കേട്ട ഉടനെ ലിസ പോയി വാതിൽ ലോക്ക് ചെയ്തു. വല്ലാത്തൊരു ഭാവത്തിൽ തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന അന്നെ രണ്ടുപേരും പേടിയോടെ നോക്കി. എവിടെ അപ്പു? നീയൊക്കെ എന്റെ അപ്പുവിനെ എന്താ ചെയ്ത്? എനിക്ക് ഇപ്പൊ അവനെ കാണണം. കൊണ്ടുവാടി അവനെന്റെ മുമ്പില്. ലിസയെ മേരിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അന്ന പറഞ്ഞു. വാതിൽ തുറക്കാൻ. ഒരു ഭ്രാന്തിയെ പോലെ വാതിൽ ശക്തമായി അടിച്ചുകൊണ്ട് അന്ന പറഞ്ഞു. ഉച്ചത്തിൽ അവരുടെ ശബ്ദം കേട്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ആൽഫി സംശയത്തോടെ നോക്കി. അന്നമോളെ ചേർത്തി പറയുന്നൊന്ന് കേൾക്ക്. അപ്പു വരും, നല്ല കുട്ടിയായിട്ട് ഇവിടെ വന്നിരിക്കുക. അന്നയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു ലിസ. എന്നാൽ അവരുടെ കൈ തട്ടി മാറ്റി വാതിലിനടുത്തേക്ക് ഓടി അന്ന. അപ്പു വാ, എനിക്ക് കാണണം നിന്നെ. ഉറക്കെ കരഞ്ഞുകൊണ്ട് അന്ന പറഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പേടിയോടെ നിൽക്കുകയാണ് ലിസയും മേരിയും. ആരകത്ത് നിലവിളിക്കുന്നത്? എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ആൽഫി ചോദിച്ചു. എന്നാൽ ഒന്നും പറയരുതെന്ന് രണ്ടുപേരെയും നോക്കി ആംഗ്യം കാണിച്ചു സാറ. അന്നയല്ലേ അത്? അവന്റെ ചോദ്യം കേട്ട് സാറയൊന്നും ഞെട്ടി. അന്നയോ? അതിന് അവളിവിടെ ഇല്ലല്ലോ, അവളെന്റെ വല്യപ്പച്ചന്റെ വീട്ടിലാ. വിക്കി സാറ ആൽഫിയോട് പറഞ്ഞു. സാറ തമ്പുരാട്ടി, അന്നയുടെ ശബ്ദം കേട്ടാൽ അത് മനസ്സിലാവാതിരിക്കാനും മാത്രം മണ്ടനല്ല ഈ ആൽഫി. നുണ പറയുമ്പോ നിങ്ങളുടെ കണ്ണുകളിൽ നന്നായിട്ട് അത് തെളിഞ്ഞു കാണാം. സാറേ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ആൽഫി. അത് കേട്ട സാറ ഒന്ന് പരിങ്ങി. അനുമോളെ, മോളുടെ അപ്പു വരും, മോള് നല്ല കുട്ടിയല്ലേ, വാ ചേർത്തി പറയട്ടെ. വാതിലിന് സമീപത്തുനിന്ന് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് ലിസ പറഞ്ഞു. ഒട്ടും ഇഷ്ടപ്പെടാതെ അന്ന ലിസയുടെ കഴുത്തിലായി കുത്തിപ്പിടിച്ചു. അയ്യോ ഒന്നും ചെയ്യില്ലേ മോളെ. അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് മേരി പറഞ്ഞു. എന്നാൽ ലിസമ്മയിലുള്ള അന്നയുടെ പിടിയുടെ മുറുക്കം കൂടി വന്നു. അയ്യോ വീട്ട അന്ന മോളെ, ഞാൻ വാതിൽ തുറന്നുതരാം. അത്രയും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മേരിക്കുട്ടി പോയി വാതിൽ തുറന്നു. ലിസമ്മയുടെ പിടി മാറ്റിക്കൊണ്ട് അന്ന ഹാളിലേക്ക് ഓടി. അപ്പു അപ്പു എന്ന് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു അവൾ. അപ്പോഴാണ് മുടിയെല്ലാം പാറിപ്പറന്ന് വല്ലാത്ത കോലത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന അന്നയിൽ ആൽഫിയുടെ മിഴികൾ കൊരുക്കുന്നു. അന്ന, എന്റെ അന്ന.
അവളെ നോക്കി പ്രണയത്തോടെ മൊഴിഞ്ഞവൻ. തന്നെ ഇമച്ചിമ്മാതെ നോക്കി നിൽക്കുന്ന ആൽഫിയെ അന്നയും കൗതുകത്തോടെ നോക്കി. അന്നെ അവിടെ കണ്ട സാറ ദേഷ്യം കൊണ്ട് വിറച്ചു. അന്നയുടെ പുറകിൽ പേടിയോടെ പതുങ്ങി നിൽപ്പുണ്ട് ലിസമ്മയും മേരിക്കുട്ടിയും. അവർക്കടുത്തേക്ക് നീങ്ങി സാറ ശേഷം രണ്ടുപേരെയും വലിച്ച് മുന്നിലേക്ക് ഇട്ടു. ഇരുവരുടെയും കവിളിൽ മാറി മാറി അടിച്ചു. വേദന കൊണ്ട് കവിൾ പൊത്തിപ്പിടിച്ചു നിന്നു രണ്ടുപേരും. ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേടി. അവരെ നോക്കി ദേഷ്യത്തിൽ അലറി സാറ. അമ്മച്ചി, അത് അന്ന ലിസ ചേച്ചിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോ രക്ഷിക്കാനായി വാതിൽ തുറന്ന. ഇവള് വയലന്റ് ആകുമെന്ന് അറിയില്ലേ നിനക്കൊക്കെ? ആ സമയത്ത് ഇഞ്ചക്ഷൻ കൊടുത്തുകൂടായിരുന്നോ? അത് അമ്മച്ചി ഇപ്പൊ തന്നെ ഒത്തിരി കുത്തിക്കയറ്റില്ലേ, ഇനി ഇഞ്ചക്ഷൻ എടുത്താൽ ചിലപ്പോ അന്ന. പറഞ്ഞു പൂർത്തിയാക്കാനാവാതെ മേരിക്കുട്ടി വിതുമ്പിപ്പോയി. ചാവുന്നെങ്കിൽ അങ്ങ് ചാവട്ടേടി ഇവള്. അത്രയും പറഞ്ഞ് അന്നയെ വലിച്ച് ഉള്ളിലേക്ക് നടക്കാനായി തുടങ്ങി സാറ. തൊട്ടുപോരുത് തന്നെ സാറയുടെ മുന്നിലായി തടസ്സം നിന്നുകൊണ്ട് ആൽഫി പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അന്ന അവിടെ കൈകൾ കുടഞ്ഞെറിഞ്ഞ് അവനരിയിലേക്ക് വന്നു നിന്നു. അപ്പു. അവന്റെ കവിളിലായി കൈകൾ വെച്ചുകൊണ്ട് അന്ന ആർദ്രമായി വിളിച്ചു. അവന്റെ അന്നയുടെ ആദ്യ സ്പർശനം അവനൊന്ന് വിറച്ചുപോയി. നീ എന്റെ അപ്പു അല്ലേ? അവൻ ഉറ്റുനോയിക്കൊണ്ട് അന്ന ചോദിച്ചു. അതേലോ, ഞാൻ എന്റെ അന്നയുടെ അപ്പുവാ. എന്നിട്ട് എന്താ നീ എന്നെ കാണാൻ വരാത്ത? പരിഭവത്തോടെ ചോദിച്ചവൾ. അപ്പുവിന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്റെ കുട്ടി, അതല്ലേ അപ്പു എന്നെ കാണാൻ വരാത്തത്. ചിരിയോട് അവളോട് പറഞ്ഞവൻ. ദേഷ്യം കൊണ്ട് വിറക്കുന്ന സാറെ കണ്ട് ഇമ്മാനുവൽ അന്നക്കരികിലേക്കായി ഓടി വന്നു. അന്ന, മോളെ, ഇത് മോളുടെ അപ്പുവല്ല, മോളുടെ അപ്പു നാളെ വരും. ഇപ്പൊ മോൾ അമ്മച്ചിക്കൊപ്പം റൂമിലേക്ക് ചെല്ല്. അവളുടെ തലയിലായി തലോടിക്കൊണ്ട് ഇമ്മാനുവൽ പറഞ്ഞു. ആൽഫി രൂക്ഷമായ അയാളെ നോക്കി. അല്ല, നീ എന്നെ പറ്റിക്കുന്ന. എന്റെ അപ്പു വരുമെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കും. ചുണ്ടൂർപ്പിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളെ പോലെ പറഞ്ഞവൾ. നീ എന്റെ അപ്പു അല്ലേ? മുന്നിൽ നിൽക്കുന്ന ആൽഫിയെ നോക്കി സംശയത്തോടെ വീണ്ടും ചോദിച്ചവൾ. പിന്നല്ലാതെ, ഞാൻ എന്റെ അന്നയുടെ മാത്രം അപ്പുവാ, പോരെ? ഇവരൊക്കെ എന്റെ അന്നയെ പറ്റിക്കുന്ന കേട്ടോ. ഞാൻ എന്റെ അന്നയുടെ അപ്പുവിലെന്ന് കള്ളം പറയുന്ന. അവളുടെ തോടിലൂടെ കൈയിട്ടുകൊണ്ട് ആൽഫി പറഞ്ഞു. നീയല്ലേടാ പറഞ്ഞ് ഇതെന്റെ അപ്പു അല്ലെന്ന്? ഇമ്മാനുവലിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അന്ന പറഞ്ഞു. ഇവളുണ്ടല്ലേ അപ്പു, ഇവള് പറയാ എന്റെ അപ്പു മരിച്ചുപോയെന്ന്, ഇനി ഒരിക്കലും എന്നെ കാണാൻ വരില്ലെന്ന്. അല്ലെന്ന് പറഞ്ഞാൽ കരയുമ്പോ ഇവളെന്നെ സൂചി കൊണ്ട് കുത്തും. അത് കുത്തിക്കഴിഞ്ഞ എനിക്ക് പിന്നെ ഒന്നും ഓർമ്മ കാണില്ല അപ്പു. സാറയെ നോക്കി പിണക്കത്തോടെ പറയുന്ന തന്നെ ആൽഫി വേദനയോടെ നോക്കി. ഞാൻ ഇവളോട് മിണ്ടൂല, ഇവള് ചീത്തയാ. ഇമാനുവൽ, ചാർലി, ഇവളെ പിടിച്ച് മുറി പൂട്ടിയിട്, സാറ മക്കളോടായി പറഞ്ഞു. അപ്പു, അന്നെ ഇവരോടൊപ്പം വിടല്ലേ, അന്നയും കൂടെ കൊണ്ടുപോ. ആൽഫിയുടെ ജുബയുടെ കോടലായി പിടിമുറുക്കിക്കൊണ്ട് അന്ന പേടിയോടെ പറഞ്ഞു. ഇല്ല കേട്ടോ, എന്റെ അന്നയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും. അത് നീയാണോടോ തീരുമാനിക്കുന്നത്? അതെ, ഇനി അങ്ങോട്ട് ഇവളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാ. എന്തേ? ഞാൻ ഇങ്ങോട്ട് വന്നതിന് എന്റെ അന്നയെ കൂട്ടാനല്ലേ സാറാമേ? പിന്നെ ഈ ചോദ്യത്തിന്റെ ഒരു ആവശ്യം എന്താ? ഉച്ചത്തോടെ സാറയെ നോക്കി ആൽഫി പറഞ്ഞു. നീ സ്നേഹിച്ച ആ പഴയ അന്നയല്ലേ ഇവിടുന്ന്? ഒരു മുഴുഭ്രാന്തിയാ, ഭ്രാന്തി. കോയമ്പത്തൂർ പഠിക്കാൻ വിട്ടപ്പോ കൂടെ പഠിച്ച അർപ്പിതെന്ന ഹിന്ദു ചെക്കൻ ഇവളങ്ങ് പ്രേമിച്ചു. ഈ മാണിയക്കൽ തറവാടിന് ഒരു നിലയും വിലയൊക്കെ ഉണ്ട്. കണ്ട ഹിന്ദു ചെക്കനെന്ന് ഇവിടുത്തെ സംബന്ധക്കാരനാക്കേണ്ട ഗതികളൊന്നും ഇവിടെ ഉള്ളവർക്കില്ല. അതുകൊണ്ട് ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവളെ ആളെ വിട്ട് കൊല്ലിച്ചു. അവൻ ചത്തതിന്റെ ഷോക്കിൽ ഭ്രാന്ത് വന്ന ഇവൾക്ക്. മകളാണെങ്കിൽ ഈ തറവാടിന്റെ മാനം കളഞ്ഞു കുടിക്കാൻ നോക്കിയാ അത് കണ്ടുകൊണ്ടിരിക്കില്ല ഈ സാറ. ഇവളൊരു ഭ്രാന്തിയാണെന്ന് അറിയാതിരിക്കാനാ ഇവളെ ഞാൻ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇന്ന് ഇവള് കാരണം നീ എല്ലാം അറിഞ്ഞു. മേരിയെ ലിസയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു സാറ. ഇനി പറ, നിനക്ക് ഭാര്യയായിട്ട് ഈ ഭ്രാന്തിയെ തന്നെ വേണോ? എന്റെ അപ്പം മാത്യൂസ് ഈ വീട്ടിലെ കാര്യസ്ഥനായിരുന്നപ്പോ അന്ന് അപ്പനോടൊപ്പം കൂടാനും ജോലിയിൽ സഹായിക്കാനും ഞാനുണ്ടായിരുന്നു. അത് അപ്പനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല കേട്ടോ. മാളിയേക്കൽ തറവാട്ടിലെ ഈ നിൽക്കുന്ന എന്റെ അന്നയെ കാണാൻ വേണ്ടി മാത്രാ അപ്പനോടൊപ്പം ഞാൻ ഇവിടേക്ക് വന്നിരുന്നു. അന്നയുള്ള പ്രണയം പറഞ്ഞതിന് അന്ന് നിങ്ങൾ എന്നെയും അപ്പനെയും ആട്ടിയിറക്കി വിടുന്നു. പക്ഷേ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അന്ന എന്ന പെണ്ണ് എന്റെ നെഞ്ചിലെ നെരിപ്പോടായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അന്നും ഇന്നും എന്നും അന്ന ആൽഫിക്ക് ഒരു ഭ്രാന്ത് തന്നെയാ. അതുകൊണ്ട് തന്നെ ഇവിടെ ഭ്രാന്തോ വട്ടമൊന്നും തന്നെ ഞാൻ കാര്യാക്കുന്നില്ലെന്നേ അവര് നോക്കി പരിഹാസത്തോടെ പറഞ്ഞവൻ. ഈ തറവാട് അടക്കി ഭരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവളൊരു നാണക്കേടായിരിക്കും. എന്നാ ഈ ആൽഫിയുടെ ജീവനും ജീവിതം ഇവളാ, എന്റെ അന്ന. ആൽഫി എല്ലാം നേടിയത് അന്നയ്ക്ക് വേണ്ടിയാ. പിന്നെ ഇവിടെ നടക്കുന്നെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇവളുടെ ഈ അവസ്ഥയെല്ലാം ഞാനെന്നെ അറിഞ്ഞതാ. ഇങ്ങോട്ട് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടു പോയിരിക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. എനിക്ക് തരാതെ വേറെ ആരെങ്കിലും നിങ്ങൾ ഇവിടെ കൊടുക്കുമായിരുന്നില്ല എങ്കിൽ ആൽഫി അവനെയും കൊന്ന് അന്നയും കൊണ്ടങ്ങ് പോയനെ. അത്രമാത്രം ഇവളെ സ്നേഹിക്കുന്ന എന്നെ ഇവളൊരു ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് വിരട്ടാൻ നോക്കല്ലേ അവരെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു ആൽഫി. കർത്താവിന്റെ തീരുമാനം അനുസരിച്ച് ആൽഫിക്കുള്ളതാണ് അന്ന. അതുകൊണ്ടാണല്ലോ ഇവള് സ്നേഹിച്ചവനെ നിങ്ങൾ തന്നെ അങ്ങ് തട്ടിക്കളഞ്ഞ്.
എന്തായാലും നിന്നെ പോലൊരുത്തിന് ഇവളെ തരുന്നല്ലേ നല്ലേ, ഇവളെ ഞാൻ തന്നെ അങ്ങ് കൊല്ലുന്ന. അത്രയും പറഞ്ഞു സാറ തന്റെ കയ്യിലിരുന്ന തോക്ക് അന്നയ്ക്ക് നേരെ ചൂണ്ടി. എന്താണ് നടക്കുന്നതെന്നറിയാതെ എല്ലാവരും പരസ്പരം പേടിയോടെ നോക്കി നിന്നു. അല്ലെങ്കിലും നിങ്ങളെപ്പോലൊരു സ്ത്രീ സ്വന്തം കാര്യം നടത്താൻ വേണ്ടി മകളെയൊന്നല്ല ആരെ വേണമെങ്കിലും കൊല്ലാൻ പഠിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവളുടെ ദേഹത്തൊരു പോറലെങ്കിലും വീണ തീർക്കും നിന്നെ ഞാൻ സാറേ. അന്നയെ പിടിച്ച് തന്നെ നെഞ്ചത്തോടെ അടക്കിക്കൊണ്ട് ആൽഫി പറഞ്ഞു. ശേഷം അവന്റെ കാലുകൾ മേലേക്ക് ഉയർത്തി സാറയുടെ കയ്യിലിരുന്ന തോക്ക് തട്ടിക്കളഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് തന്നെ നിലത്തുന്ന കയ്യിലെടുത്തു. ശേഷം അവിടെ തലഭാഗത്തായി തോക്ക് ചൂണ്ടി നിന്നവൻ, അയ്യോ ആൽഫി ഒന്നും ചെയ്യല്ലേ, അമിച്ചി വിടാൻ. അവനെ പിടിച്ചു മാറ്റാനായി ശ്രമിച്ചുകൊണ്ട് ഇമ്മാനുവലും ചാർലിയും പറഞ്ഞു, മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഇവരെ തീർക്കുന്നതിന് മുന്നേ നിന്നെയൊക്കെ തീർക്കും ഞാൻ. നീയൊക്കെ ഒരാണാണോടാ, നിന്റെയൊക്കെ കൂടെ പെർപ്പനടാ ഇവള്. ഇവളെ കൊല്ലാനായി സ്ത്രീ തോക്ക് ചൂണ്ടിന്നപ്പോ നീയൊക്കെ എവിടെയായിരുന്നു? പണ്ടും നിനക്കൊക്കെ ഇവിടെ തല കാണുമ്പോഴേ തുടങ്ങും പേടി. ഇപ്പോഴും അതിനൊരു മാറ്റമില്ലല്ലോടാ. മിന്നു കിട്ടിയ പെണ്ണുങ്ങളെ നിന്റെയൊക്കെ മുന്നിലിട്ടല്ലേടാ നിന്റെയൊക്കെ ഈ തള്ള തല്ലിയത്. എന്നിട്ടൊന്നും പ്രതികരിക്കുക പോലും ചെയ്യാതെ കണ്ടോണ്ട് നിൽക്കുന്നു. അവര് നോക്കി നീട്ടി തുപ്പിയ ആൽഫി. അവന്റെ സംസാരത്തിലാകെ ചൂളി നിൽക്കുകയാണ് ഇമ്മാനുവലും ചാർലിയും. ഭാര്യമാരെ മുഖമുയർത്തി നോക്കാൻ അവർ കഴിയുമായിരുന്നില്ല. പിന്നെ ഇവരെ തീർക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഇവരൊക്കെ ഒന്ന് ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് മനസ്സിലാത്തോണ്ടാ തൽക്കാലം ഞാൻ ഇവരെ വെറുതെ വിടുന്നത്. എനിക്ക് ജീവിക്കണം എന്റെ അന്നയ്ക്കൊപ്പം. അത്രയും പറഞ്ഞ് അവൻ സാറെ ആഞ്ഞു തള്ളി. സാറ പുറകിലേക്ക് തലയിടിച്ച് വീണു. ആൽഫയെ പേടിച്ച് ആരും വരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചില്ല. ഹായ്, അപ്പു ഇവരെ തല്ലിയത് നന്നായി. ഇവരെപ്പോഴും എന്നെ തല്ലും, വഴക്ക് പറയും. സാറയുടെ കിടപ്പ് കണ്ട് എന്നെ കൈകളടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. മാളികൽ തറവാടിലെ സാറാ ഫിലിപ്പിന് മക്കളുടെയും മരുമക്കളുടെയും മുമ്പിൽ വെച്ചുണ്ടായ അപമാനം സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ നൊന്ത് പ്രസവിച്ച മകള് തന്നെയല്ലേ ഈ നിൽക്കുന്ന അന്ന? എന്നിട്ട് എങ്ങനെയാ നിങ്ങൾക്ക് ഇവളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത്? സാറയെ നോക്കി വേദനയോടെ ചോദിച്ചു ആൽഫി. അവന്റെ ചോദ്യം കേട്ട് കണ്ണിലെരിയുന്ന പകയോടെ അവനെ നോക്കി നിന്നു സാറ. ഇനി ഒന്നിന്റെ പേരിലും ഞാൻ എൻ്റെ അന്നയെ തനിച്ചാക്കില്ല. എനിക്ക് വേണം ഇവളെ. ഇവൾക്ക് ഞാൻ അപ്പുവാണെങ്കിൽ അങ്ങനെ ജീവിക്കാൻ തന്നെ എൻ്റെ തീരുമാനം. കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ അന്നെ, ആർക്കും വേണ്ടാത്ത ഈ ഭ്രാന്തി പെണ്ണിനെ. എന്നിൽ നിന്ന് ഇവൾ അടർത്തി മാറ്റാൻ ശ്രമിച്ച പണ്ട് അടിയും കൊണ്ടുപോയതുപോലെ ആവില്ല ആൽഫി ചെയ്യാൻ പോകുന്നത്. എന്നോട് ഏറ്റുമുട്ടാൻ നിൽക്കല്ലേ സാറാ ഫിലിപ്പേ. ഒരു താക്കീത് പോലെ അവരെ നോക്കി പറഞ്ഞവൻ. ഈ വീട്ടിൽ അല്പെങ്കിലും മനുഷ്യപ്പറ്റുള്ളത് നിങ്ങൾക്കാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് യാത്ര ചോദിക്കുന്നത് നിങ്ങളോട് മാത്രമാ. ഒരു മൂലയിലായി പേടിച്ചേൽക്കുന്ന മേരിയോട് ലിസയോടുമായി പറഞ്ഞു ആൽഫി. അപ്പു കൂടെ വിളിച്ച എന്നെ കൂടെ വരുമോ? തന്നെ അള്ളി പിടിച്ചേൽക്കുന്ന അന്നയോട് കുസൃതിയോടെ ചോദിച്ചവൻ. വരാലോ, അപ്പു വിളിച്ച അന്നെ എവിടെയും വരാം. സന്തോഷത്തോടെ അവനെ നോക്കി പറഞ്ഞവൾ. ശേഷം അവൻ തന്നെ മുണ്ടൊന്നും മടക്കി കുത്തി അന്നയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വീടിന്റെ പടികൾ ഇറങ്ങി. പോകുന്നതിന് മുമ്പ് പുച്ഛത്തോടെ സാറയെ നോക്കി ചിരിക്കാനും മറന്നില്ലവൻ. ഇതെല്ലാം കണ്ട് ഭ്രാന്ത് പിടിച്ചു നിൽക്കുകയാണ് സാറയ്ക്ക്. ഇപ്പോൾ തനിക്ക് ആൽഫിയൊന്നും ചെയ്യാനാവില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ സ്വയം നിയന്ത്രിച്ച് നിന്നു. അവന്റെ ബുള്ളറ്റ് കൊട്ടാര സമൃദ്ധമായ ആ വലിയ വീടിന് മുമ്പിൽ വന്ന് നിന്നു. അനുകുട്ടി ഇറങ്ങിക്കോ, ഇതാ അപ്പുവിന്റെ വീട്. ചിരിയോടെ അവളോടായി പറഞ്ഞു ആൽഫി. അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് ആൽഫിയുടെ അമ്മ ഡെയ്സി അവിടേക്ക് വന്ന്. അവരെ കണ്ടപ്പോൾ തന്നെ അന്ന പേടിയോടെ ആൽഫിയുടെ പുറകിലായി ഒളിച്ചു. അന്നയുടെ അപ്പോഴത്തെ കോലം കണ്ട് ഒന്നും മനസ്സിലാവാതെ അവർ ആൽഫിയെ ഉറ്റുനോക്കി. അപ്പു, എനിക്ക് പേടിയാ. ഇവരെന്നെ ഉപദ്രവിക്കും, എന്റെ കയ്യിൽ ഇഞ്ചക്ഷൻ കുത്തും. അവനെ അള്ളി പിടിച്ചുകൊണ്ട് പേടിയോടെ പറഞ്ഞു അന്ന. എന്റെ അന്ന ഇവിടെ ആരൊന്നും ചെയ്യില്ല. ചെയ്താലേ ഈ അപ്പു എല്ലാവർക്കും നല്ല അടി കൊടുക്കും. ഇത് അപ്പുവിന്റെ അമ്മയാ, അന്നയെ ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. അവളെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞവൻ. ആണോ? അപ്പുവിന്റെ അമ്മയാണോ? അപ്പൊ അന്നെയൊന്നും ചെയ്യില്ല അല്ലേ? ഡെയ്സിയുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് എന്നെ ചോദിച്ചു. ഒന്നും മനസ്സിലാവാതെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് ഡെയ്സി. എന്താടാ ഇതൊക്കെ? എന്ത് കോലാടാ ഇവളുടെ? മകനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു ഡെയ്സി. അന്നക്കുട്ടിക്ക് അപ്പുവിന്റെ വീടൊക്കെ ഉണ്ട്. അന്നക്കുട്ടി അകത്തേക്ക് പോയി എല്ലാം കണ്ടിട്ട് വാ കേട്ടോ. അന്നയെ നോക്കി ചിരിയോടെ പറഞ്ഞു ആൽഫി. അന്നെ കണ്ടിട്ട് പെട്ടെന്ന് വരാമേ. അത്രയും പറഞ്ഞവൾ അകത്തേക്ക് ഓടി. ശേഷം ആൽഫി ഡെയ്സിക്ക് അടുത്തേക്ക് തിരിഞ്ഞു. അന്ന ഇപ്പോ എന്റെ ആ പഴയ അന്നയല്ല അമ്മച്ചി. ജീവന് വലിയ സ്നേഹിച്ചിരുന്ന അവളുടെ അപ്പുവിന്റെ മരണം കൺമുമ്പിൽ കാണേണ്ടി വന്നതിന്റെ ഷോക്ക് അവൾക്ക്. എന്റെ അന്നയുടെ മനസ്സിന്റെ താളം തെറ്റിപ്പോയിരിക്കുന്നു. അത് പറഞ്ഞു തരുമ്പോഴേക്ക് ആൽഫി കരഞ്ഞുപോയിരുന്നു. ആൽഫി, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അവൾക്ക് ഭ്രാന്താണെന്നോ? ഒരാളെ സ്നേഹിച്ചിരുന്നെന്നോ? എന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞടാ? ഡെയ്സി ദേഷ്യത്തോടെ മകനോട് ചോദിച്ചു. ആൽഫി, നീ ഇപ്പൊ തന്നെ അന്നെ അവിടെ വീട്ടിൽ തിരിച്ചുണ്ടാക്കണം. ഒരു ഭ്രാന്തിയെ ഭാര്യയായിട്ട് ചുമക്കേണ്ട ഗതികേടുന്ന എന്റെ മകന് വന്നിട്ടില്ല. അമ്മച്ചി! ഒരലർച്ച തന്നെയായിരുന്നു ആൽഫിയുടെ. ഈ ആൽഫി 10 വർഷം കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരുന്ന് ആ പോയ ഒരുവൾക്ക് വേണ്ടിയാ, അവളെ സ്വന്താക്കാൻ വേണ്ടി മാത്രം. അങ്ങനെയുള്ള എന്നോട് ഞാൻ എന്റെ അന്നയെ ഉപേക്ഷിക്കണമെന്ന് പറയാൻ
അമ്മച്ചിക്ക് എങ്ങനെ തോന്നി അമ്മച്ചി? ആ സുഖം ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം. നാളെ നമ്മുടെ ആൻസിമോൾക്ക് ഭ്രാന്ത് വന്നാ അമ്മച്ചി അവളെ ഉപേക്ഷിക്കാതെ തള്ളി പറയോ? അവരുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആൽഫി ചോദിച്ചു. ഇല്ല ഇല്ല അമ്മച്ചി, ഒരിക്കലും ഇല്ല. അമ്മച്ചിക്ക് അവളെ ഉപേക്ഷിക്കാനാവില്ല. അതുപോലെ തന്നെയാ എനിക്ക് എന്റെ അന്നയും. ഏട്ടാ, അവള് സ്നേഹിച്ചത് നിന്നെയല്ല, വേറെ ഒരുത്തനെയാ. ഒരിക്കലും അവൾക്ക് ഭ്രാന്ത് മാറി നിന്നെ അറിയില്ലെന്ന് പറഞ്ഞാ നിന്നെ ഉപേക്ഷിച്ചു പോയാ എന്റെ പൊന്നുമോൻ പിന്നെ എന്ത് ചെയ്യും? പരിഹാസത്തോടെയുള്ള ഡെയ്സിയുടെ ചോദ്യം കൂരം പോലെ അവന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.